ഇന്ന് നമുക്കൊരു കൂൺ തോരൻ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൂണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച കൂണാണ്. ഇനി നമുക്ക് ഈ കൂണൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് മഞ്ഞൾ വെള്ളത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലെന്തെങ്കിലും വിഷം ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു പാത്രത്തിലേക്ക് വെള്ളം എടുക്കാം. അതിനകത്തേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി അതിനകത്തേക്ക് നമുക്ക് ആ കൂണ് ചെറുതായിട്ടൊന്ന് തോരത്തിന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടങ്ങ് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കൂണെല്ലാം വെള്ളത്തിനകത്തേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കി കഴുകി കൊണ്ടുവരണം. പിന്നെ ഞാൻ തേങ്ങാക്കൊത്തൊന്ന് പൂളിയെടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങായുവേ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്. ഇനി നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം. പിന്നെ ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി, തേങ്ങാക്കൊത്ത്, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും വെച്ചിട്ടുണ്ട്. കൂണ് ഞാൻ അരിഞ്ഞത് ഒന്ന് കഴുകി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ ചീനിച്ചട്ടിയൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിനകത്തേക്ക് അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുകിട്ടു. പൊട്ടിയതിന് ശേഷം നമ്മൾ വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്തു. ഞാൻ ഒരു വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുത്തുള്ളേ, കാരണം പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്, എരിവ് കൂടുതലായിരിക്കുമെന്ന് വിചാരിച്ചാണ്. പിന്നെ അതുപോലെ ഞാൻ നമ്മുടെ വറ്റൽമുളകൊക്കെ മൂത്തപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയപ്പോൾ നമുക്കിനി ആ തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. അതും ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കിക്കെടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടിയൊക്കെ വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരണം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും തേങ്ങാക്കൊത്തും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും എല്ലാം നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ കൂണില്ലേ, ആ കൂൺ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു മൂടിയൊക്കെ വെച്ച് അടച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂണിൻ്റെ വെള്ളത്തിൽ തന്നെ ഇരുന്ന് വെന്തോളും. ഇനി നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട. ഗ്യാസിൻ്റെ ഫ്ലെയിം അങ്ങ് സിമ്മാക്കി വെച്ച് കൊടുത്താൽ മതിയേ. വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ നമുക്ക് അടച്ചു വെച്ചു. അതിന് ശേഷം വീണ്ടും നമുക്ക് മൂടി തുറന്ന് നോക്കാം. നമ്മുടെ കൂൺ തോരനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം ഞാൻ പച്ച വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു മൂടിയൊക്കെ വെച്ച് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കണം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് മൂടിയൊക്കെ തുറന്ന് ഒരു ബൗളിനകത്തേക്ക് നമുക്ക് തോരനൊന്ന് കോരി വെച്ച് മാറ്റി വയ്ക്കാം. കണ്ടോ, അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കൂൺ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കൂണൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.